കെ രാജയ്ക്ക് ആശ്വാസം, ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എസ്കേൻ വളരെ പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുകയാണ്. ഹൈക്കോടതി വിധി റദ്ദാക്കി. എ രാജയ്ക്ക് MLA ആയി തുടരാം എന്ന വളരെ പ്രധാനപ്പെട്ട വിധി വരുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി അത് റദ്ദാക്കിയതാണ്. സ്റ്റേ വാങ്ങി MLA ആയി തുടരുകയായിരുന്നു എ രാജ. ഇപ്പോൾ ആ സ്റ്റേ എന്ന് വെച്ചാൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. വിജയ ആർ അച്യുതൻ ഡൽഹിയിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, യഥാർത്ഥത്തിൽ വളരെ ആശ്വാസം പകരുന്ന വിധിയാണ് നമ്മുടെ MLA സംബന്ധിച്ചിടത്തോളം. വിവരങ്ങൾ പറയൂ. SK ഈ സംവരണ സീറ്റിൽ മത്സരിക്കാൻ യോഗ്യത ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി 2023 മാർച്ച് 20-നാണ് ഹൈക്കോടതി എ രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയിരുന്നത്. അന്ന് UDF സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ആ ഹൈക്കോടതി വിധിക്കെതിരായിരുന്നു എ രാജ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും. അദ്ദേഹം അതിൽ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഒരു ഹിന്ദു പറയ വിഭാഗക്കാരനായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ 1950 മുൻപ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ട് എന്ന കാര്യവും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒപ്പം തന്നെ ഇത് സ്ഥിരീകരിക്കാനായി അന്ന് ഈ കണ്ണൻ ദേവൻ ഹിൽ സ്റ്റേഷനിൽ ജോലി ചെയ്ത അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കം സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. എന്തായാലും അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ എ രാജയ്ക്ക് ആശ്വാസമായിട്ടുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധി അത് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്നാൽ UDF സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന് എ രാജയുടെ ഈ സംവരണ സീറ്റിന് അദ്ദേഹത്തിന് യോഗ്യത ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിരവധി കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിവാഹ ചിത്രമടക്കമുള്ളവ സമർപ്പിക്കുകയുണ്ട്. എന്തായാലും ഇപ്പോൾ എ രാജയ്ക്ക് ആശ്വാസമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. SK അച്യുതൻ, ഇതിൽ ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവല്ലോ അന്ന്. നേരത്തെ അച്യുതൻ സൂചിപ്പിച്ചതുപോലെ ജാതി അടിസ്ഥാനത്തിൽ നടത്തിയ ചില കാര്യങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ എതിർ സ്ഥാനാർത്ഥി കോടതിയിൽ കൊണ്ടുവന്ന ചില ഫോട്ടോകൾ, ചില കുറിപ്പുകൾ, ചില സർട്ടിഫിക്കറ്റുകൾ, സാക്ഷിമൊഴികൾ അടക്കം അതൊക്കെ നിലനിൽക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണല്ലോ കേരള ഹൈക്കോടതി ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധിയിൽ ഒരു ഇടക്കാല സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് രാജ MLA ആയി തുടർന്നത്. എങ്ങനെയാണ് ആ ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെടുന്നത്? ഈ ഉത്തരവോടുകൂടി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി അസാധുവാക്കിയിരിക്കുന്നത്? അതിന്റെ നിയമപരമായ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, ഈ നേരത്തെ ഒരു ഉത്തരവ് പ്രസ്താവം അല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തു ഉണ്ടായത്. അത് 2 വരിയിൽ തന്നെ സുപ്രീം കോടതി ഈ ഉത്തരവ് പറയുകയാണ് ഉണ്ടായത്. എന്തായാലും വിധി പകർപ്പ് ഇനി ലഭിച്ച മാത്രമേ ഇതിൽ സുപ്രീം കോടതി ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ എ രാജ മുന്നോട്ട് വെച്ച ഏതൊക്കെ വാദങ്ങളാണ് സുപ്രീം കോടതി അംഗീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇതിലേറ്റവും നിർണായകമായി മാറിയത് ഈ 1950 മുൻപ് എത്തിയ ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നൽകിയ കണ്ണൻ ദേവൻ ഹിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ, എ രാജ സമർപ്പിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ ഈ കേസിൽ നിർണായകമാണ്. എന്നാൽ ഈ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കിയത് ഈ എ രാജ മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ അന്ന് ഉണ്ടാവുന്നത്. പക്ഷേ അതിപ്പോൾ സുപ്രീം കോടതി ആ ഹൈക്കോടതി വിധി റദ്ദാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട നിരീക്ഷിച്ച കാര്യങ്ങളെല്ലാം ഇനി വിധി പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതൊക്കെ വാദങ്ങളാണ് അംഗീകരിച്ചത്, മറുവാദങ്ങളിൽ ഏതൊക്കെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരൂ. എന്തായാലും എ രാജയ്ക്ക് ആശ്വാസമായിട്ടുള്ള ഒരു വിധി അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. വിജയകുമാർ, MLA എന്ന നിലയിൽ നൽകേണ്ട ആനുകൂല്യങ്ങളൊക്കെ നൽകണം. ഇതുവരെ അത് ഹൈക്കോടതിയുടെ ഉത്തരവോടുകൂടി അത് തടഞ്ഞിരുന്നു. അത് മുഴുവൻ തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് രാജയ്ക്ക് യോഗ്യതയുണ്ട് എന്നതാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ യോഗ്യതയില്ല എന്നതുകൊണ്ടും അത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡലത്തിൽ മത്സരിച്ചത് എന്നും അതുകൊണ്ട് അയോഗ്യത കൽപ്പിക്കുകയുമാണ് ഹൈക്കോടതി വിധി ഉണ്ടായത്. ഹൈക്കോടതി അതാണ് വിധിച്ചത്. ആ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്, അസാധുവാക്കിയിരിക്കുന്നത്. അങ്ങനെ പട്ടിക വിഭാഗം മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് അയോഗ്യതയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ രാജയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന് MLA സ്ഥാനം പൂർണ്ണാർത്ഥത്തിൽ തിരികെ കിട്ടുന്നു, അയോഗ്യത ഉണ്ടാകുന്നില്ല എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് MLA ആയി തുടരാം. സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. UDF സ്ഥാനാർത്ഥി
ഈ കേസിൽ ഏതാണ്ട് ജയം ഉറപ്പിച്ചതാണ്. നിയമ പോരാട്ടത്തിൽ ജയം ഉറപ്പിച്ചതായിരുന്നു. കാരണം ഹൈക്കോടതിയിൽ അനുകൂലമായ വിധി കിട്ടി. സുപ്രീം കോടതി അത് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തുവെങ്കിലും അന്തിമവാദഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ മുഴുവൻ നിയമപ്രശ്നങ്ങളും പട്ടിക വിഭാഗം മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ല, അദ്ദേഹം അയോഗ്യനാണ്, തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ അവിടെ മത്സരിച്ചത് എന്ന ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ അതേ നിയമപ്രശ്നങ്ങൾ തന്നെയാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയിലും എത്തിച്ചത്. അതാണ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്, അത് നിരാകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. രാജയ്ക്ക് ദേവികുളം MLA ആയി തുടരാം. അദ്ദേഹത്തിന് അയോഗ്യതയില്ല. MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും മുഴുവൻ അവകാശങ്ങളും നൽകണമെന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്.